റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ഈ ഔട്ടോഫാജിയിലൂടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഒരു തരം സെൽഫ് ഡൈജഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രോസസ്സ് സെൽഫ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ ദഹിച്ചു പോകുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ എന്താകും, നമ്മൾ ഒരുപാട് സെല്ലുലാർ റിപ്പയർ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ക്യാൻസർ കോശങ്ങളെയൊക്കെ അവിടുന്ന് ഒഴിവാക്കാനും ഇത് സാധ്യമാവുന്നുള്ളത്, ഇതുകൊണ്ട് സാധ്യമാവുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഫാസ്റ്റിങ്ങുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പോൾ ഇതുപോലെ ഫാസ്റ്റ് ചെയ്യുന്നൊരു ഡ്യൂറേഷനിൽ, പ്രത്യേകിച്ച് റംസാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിലൊക്കെ എന്താവും, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അതാത് സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തൂല. അപ്പോൾ എന്താവും, ഈ ഒരു ട്രിഗർ എന്താക്കും, ഈ ഔട്ടോഫാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കോശങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ആ കോശങ്ങളിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് പുറന്തള്ളിക്കളയും, ഡാമേജ് ആയതിനൊക്കെ റിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ എന്താവും, നമ്മളെ ആ കോശങ്ങൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ